പീഡനക്കേസിൽ ഒളിവിൽ പോയ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കായി അന്വേഷണ സംഘം ഉടൻ ജർമ്മനിയിലേക്ക് തിരിക്കും. യാത്രയ്ക്ക് സർക്കാർ അനുമതി നൽകി. തെരഞ്ഞെടുപ്പിന് ശേഷം പ്രജ്വൽ മടങ്ങി വന്നേക്കും എന്ന നിഗമനത്തിൽ ബംഗളൂരു അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കി. അരുൺ പോപ്രമ്പ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഈ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതാണ്. രാജ്യത്ത് എവിടെ വന്നിറങ്ങിയാലും പിടിയിലാകുന്ന സാഹചര്യമാണ് പ്രജ്വലിന്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോൾ ജർമ്മനി യാത്ര? വേണു, തീർച്ചയായും നേരത്തെ തന്നെ പ്രജ്വൽ കീഴടങ്ങുമെന്ന് JDS നേതൃത്വം അന്വേഷണ സംഘത്തെ അറിയിച്ചതാണ്. എന്നാൽ പിന്നീടും അത് വൈകി. അതായത് വോട്ടെടുപ്പിന് തൊട്ട് മുമ്പ് കീഴടങ്ങേണ്ട എന്ന BJP നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ അന്വേഷണ സംഘത്തിന് മുമ്പിൽ പ്രജ്വൽ ഹാജരാകുന്നത് വീണ്ടും വൈകുന്നത്. ഇനിയിപ്പോൾ വോട്ടെടുപ്പിന് ശേഷം പ്രജ്വൽ കീഴടങ്ങുമെന്ന സൂചനയുണ്ട്. അന്വേഷണ സംഘം ആ പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. ഒരുപക്ഷെ പ്രജ്വൽ ഇനിയും ഹാജരാകാതെ വൈകിപ്പിക്കുകയാണെങ്കിൽ അടുത്ത നടപടിയിലേക്ക് പോവുക എന്നതാണ് അന്വേഷണ സംഘം അത് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇന്നലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അധ്യക്ഷതയിൽ ഈ അന്വേഷണ സംഘ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ വെച്ചാണ് ഈ ജർമ്മനിയിലേക്ക് പോയി അവിടെ അന്വേഷണം നടത്താം, ഈ പ്രജ്വലിനായി ജർമ്മനിയിലേക്ക് പോകാം എന്ന കാര്യം ഈ അന്വേഷണ സംഘം അറിയിച്ചത്. അതിൽ സർക്കാർ അനുമതിയും നൽകി. എന്നാൽ അതിന് ഒരു നടപടിക്രമങ്ങൾ കൂടി ബാക്കിയുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിന് അനുമതിയില്ലാതെ ഇന്റർപോളിന്റെ സഹായത്തോടെ ജർമ്മനിയിൽ പോയി ഇത്തരമൊരു അന്വേഷണം നടത്താൻ സാധിക്കില്ല. എന്തായാലും സംസ്ഥാന സർക്കാർ കേന്ദ്ര അനുമതി കൂടി തേടിയിട്ടുണ്ട്. അങ്ങനെ പ്രജ്വൽ ഹാജരാകുന്നത് വൈകുകയാണെങ്കിൽ ജർമ്മനിയിലേക്ക് ഉൾപ്പെടെ പോയി അന്വേഷണം നടത്താനുള്ള നീക്കത്തിലേക്ക് എന്തായാലും പോലീസ് കടക്കുകയും ചെയ്യും. എന്തായാലും അതോടൊപ്പം തന്നെ ഈ HD രേവണ്ണയെ ഇപ്പോൾ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെ ഉണ്ടാകും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം പുതിയ വിവരമായി ലഭിക്കുന്നത് കൂടുതൽ പരാതികൾ ഈ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വരുന്നുണ്ട് എന്നതാണ് ഈ അന്വേഷണ സംഘം അനൗദ്യോഗികമായി അറിയിക്കുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ അത്തരം ഈ പരാതികളെ സംബന്ധിച്ച് വിവരങ്ങൾ ഈ അന്വേഷണ സംഘം പങ്കുവച്ചിട്ടില്ല. എന്നാൽ ഈ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചതിന് ശേഷം കൂടുതൽ പരാതികൾ വിളിച്ചു പറയുന്നുണ്ട്. അത് ഈ അതിക്രമം നേരിട്ട അനുഭവങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്യാനും ഈ ഘട്ടത്തിൽ സാധ്യതയുണ്ട്. ശരി, അരുൺ പോപ്രമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.